പരിക്കേറ്റും അവശരായും കിടക്കുന്ന തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന അപൂർവ വ്യക്തിത്വമാണ് പയ്യന്നൂർ സ്വദേശിയായ CP ഹരിഗോവിന്ദൻ. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്ര പരിസരത്ത് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന നായയെ 2 ആഴ്ചയായി ശുശ്രൂഷിക്കുകയാണ് ഇദ്ദേഹം. സ്ഥലം പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന് മുന്നിലെ ദേവസ്വം ഓഫീസ് മുറ്റത്തിന്റെ ഒരു വശം. CP ഹരിഗോവിന്ദനും ദേവസ്വം ഓഫീസ് ക്ലർക്ക് VM സുരേഷും വാഹനം തട്ടി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ഒരു തെരുവുനായയെ ശുശ്രൂഷിക്കുകയാണ്. 2 ആഴ്ചയായി ഇത് തുടരുന്നു. ഭക്ഷണവും വെള്ളവും ഡോക്ടറുടെ കുറിപ്പടി പ്രകാരമുള്ള ഗുളികകളും ഹരിഗോവിന്ദൻ നായ്ക്കു നൽകി. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. എല്ലാത്തിനും സഹായിയായി സുരേഷുമുണ്ടായിരുന്നു. ക്ഷേത്രം പൂജാരിമാരുൾപ്പെടെ സാമ്പത്തിക സഹായം നൽകാൻ പോലും തയ്യാറും. കുറച്ച് നല്ല മനുഷ്യർ ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന മഹത്തായ പരിശ്രമം. ഹരിഗോവിന്ദന്റെ ഇടപെടലുകളെ കുറിച്ച് VM സുരേഷ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ രാവിലെയും വൈകുന്നേരവും കംപ്ലീറ്റ് ക്ലിയറാക്കി കിടന്നിട്ട് അതിന് 2 സൈഡിലും ഈ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മരുന്ന് വെച്ച് വിറ്റാമിൻ്റെ ഗുളിക കൊടുത്ത് ഇവർ ഹരിഗോവിന്ദേട്ടൻ രാവിലെയും വൈകുന്നേരം വന്നിട്ട് ചെയ്യും. പകൽ സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാനും ചെയ്യും. ഇതേപോലെ അയാളിപ്പോൾ ഈ നായിൻ്റെ രക്ഷകനായിട്ട് ഹരിഗോവിന്ദേട്ടനെ ഇല്ല. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ഒന്നും പറ്റാത്തവർ കിടക്കുന്നിടക്കുന്ന ഈ പരിചരിക്കുന്നത് ഒരു നല്ലൊരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനും കുറേ അതിൽ നിന്ന് കുറച്ച് ഇത് ഉൾക്കൊണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു മാതൃകയാണ് ഹരിഗോവിന്ദേട്ടൻ. ഹരിഗോവിന്ദന്റെ അടുത്ത യാത്ര പയ്യന്നൂർ തായ്നേരിയിലേക്കാണ്. റോഡരികിലെ ഷട്ടറിട്ട മുറികൾക്ക് പുറത്ത് അവശനായി കിടക്കുന്ന മറ്റൊരു നായുണ്ട് അവിടെ. സമീപത്തെ ചില ചെറുപ്പക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റ നായയുടെ വിവരം ഹരിഗോവിന്ദനെ അറിയിച്ചത്. അവരുടെ സഹായത്തോടെ ഈ നായയുടെ പരിചരണവും ഹരിഗോവിന്ദൻ ഏറ്റെടുത്തു. 1 ആഴ്ചയായി അത് തുടർന്നു വരുന്നു. ഇപ്പോൾ കണ്ട 2 സംഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഹരിഗോവിന്ദന്റെ സഹജീവി സ്നേഹം. നഗരത്തിലും പുറത്തുമായി നിരവധി നായ്ക്കളുടെ നിയമപരമായ പരിപാലനം ഇദ്ദേഹം തികഞ്ഞ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിരാവിലെ വീട്ടിലേക്ക് വിരുന്നെത്തുന്ന ഒരു കൂട്ടം തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് CP ഹരിഗോവിന്ദന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് തന്റെ വാഹനവുമായി ടൗണിന്റെ പല ഭാഗത്തേക്കുമായി യാത്ര. അവിടെയൊക്കെയും ഇദ്ദേഹത്തിന്റെ വരവും കാത്ത് വിശന്ന വയറും ദൈന്യത നിറഞ്ഞ നോട്ടവും അസഹ്യമായ വേദനയേകുന്ന വ്രണവുമായി ഒട്ടേറെ മിണ്ടാപ്രാണികളുമുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഹരിഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമാണെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 15 ദിവസമായി ഇപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യണത്. അത് രക്ഷപ്പെടുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വിളി വരുന്നത്. ഇത് 3 ദിവസം റോഡിൽ കിടന്നു, റോഡിൻ്റെ സൈഡിൽ കിടന്നു. ഈ റോഡ് ഇവിടെ രണ്ടും ഇവിടുത്തെ കൗൺസിലറുമായി പോയി വരുന്ന റോഡാണിത്. ഇത് അവർക്കും ബോധ്യമുണ്ട്. നാട്ടുകാർ കണ്ടിട്ടും ഇവിടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തത്. ഇതിന് മിനിഞ്ഞാന്ന് വീണ് ഇതിനടുത്ത് സൈഡിലൂടെ കൊണ്ടുവച്ചു. ഇത് മഴയും നനഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഡോക്ടറെ കൊണ്ടുവന്നു. അതിനുള്ള മരുന്നും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലെ വേറെ 2 എണ്ണം കൂടിയുണ്ട്. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് അവിടെ വെക്കണം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവരുടെ എല്ലാം കസ്റ്റോഡിയൻ. അവർ ആര് വിചാരിച്ചാലും അവർക്ക് ഒരു ഫെസിലിറ്റി ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നിട്ട് എൻ്റെ നമ്പർ കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഞാൻ ഏകദേശം എൻ്റെ മാക്സിമം ആയിക്കഴിഞ്ഞു. ഇനി ഇതെന്തവിടെ ഞാൻ എൻ്റെ ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു വിവരാകാശത്തിലെ കൂടി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളത് അറിയാണ്ട് തെരഞ്ഞെടുപ്പ് ആവുന്നത് പോലെ ഇതിനുള്ള ജീവനുള്ള ഇടത്തോളം കാലം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. പയ്യന്നൂരിലോ പരിസര പ്രദേശങ്ങളിലോ എവിടെയും തെരുവുനായകൾക്ക് അപകടങ്ങൾ പറ്റിയാൽ ആദ്യം ഹരിഗോവിന്ദൻ തേടിയാകും ഫോൺ കോൾ എത്തുക. ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തേണ്ടുന്ന ബാധ്യത നഗരസഭയ്ക്കും മറ്റുമുണ്ടെങ്കിലും നിലവിൽ ഹരിഗോവിന്ദനിൽ മാത്രമാണ് ഈ കടമ ഒതുങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.